ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്ക് മേക്കിംഗ് വീഡിയോ ആണ്. അതിനായിട്ട് നമുക്കൊരു കോട്ടൺ ക്ലോത്ത് വേണം. പിന്നെ ഒരു 9 ഇഞ്ച് വലിപ്പം വരുന്ന ഒരു പാത്രം. അത് എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കാനും പറ്റും. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 9 ഇഞ്ചാണ് ഇതിൻ്റെ വലുപ്പം വരുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് 4ആയിട്ട് മടക്കി കൊടുക്കുക ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ 4ആയിട്ട് മടക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണിത്. അപ്പോൾ 4ആയിട്ട് മടക്കിയതിന് ശേഷം ഇത് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നാല് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 പീസ് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലത്തെ പോർഷൻ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. സൂചി നൂല് ആണെങ്കിൽ കുഴപ്പമില്ല, അതേ തയ്യൽ മെഷീനിലാണെങ്കിലും കുഴപ്പമില്ല. തയ്യൽ മെഷീൻ വീട്ടിലില്ലാത്തവർക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തയ്ച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സൈഡ് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തയ്ക്കുമ്പോൾ മുഴുവനായിട്ടും തയ്ക്കാതെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ പോർഷൻ ഒന്ന് വിട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ഇതുപോലെ പോർഷൻ വിട്ടതിന് ശേഷം ആ പോർഷനിലൂടെ നമ്മൾ ഈ ക്ലോത്ത് മുഴുവനായിട്ടും പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിൽ സൈഡ് പോർഷൻ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു ഗ്യാപ്പ് വേണം, അതിലൂടെ നമുക്ക് ഒരു ചെറിയൊരു എലാസ്റ്റിക് പോകുന്ന ടൈപ്പിൽ വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. 2 സൈഡും ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക. രണ്ട് പോർഷനും തയ്ച്ചതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് ഈ പോർഷൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് സൈഡിലായിട്ടൊരു കെട്ട് കൊടുത്തതിന് ശേഷം വലിച്ചു കൊടുത്താൽ മതിയാവും.
സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാസ്ക് ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.